إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള പരിശ്രമം, കഠിനമായ പ്രയത്നം എന്നും എപ്പോഴും എവിടെയും സദാസമയത്തും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നമുക്കേവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്, പലപ്പോഴും നമ്മൾ കേട്ടതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ആരാധനകൾ അവന് വേണ്ടി മാത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തി തന്നപ്പോൾ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങളിലുള്ളവനല്ല, അവൻ ലോകങ്ങൾക്കപ്പുറമാണ്, പ്രപഞ്ചാതീതനാണ്. അപ്പോൾ ലോകങ്ങളെ സംവിധാനിച്ച് സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉടമസ്ഥാധികാരമുള്ളവൻ ആയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയുകയാണ് അർ റഹ്മാൻ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വന്നിങ്ങനെ ഇരിക്കുവാനും ഈ ശബ്ദം കേൾക്കുവാനും സംസാരിക്കുവാനും ഒക്കെയും എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെട്ടുന്ന രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. എന്നെ ഈ രൂപത്തിലൊക്കെയും സംവിധാനിച്ചവൻ അതവൻ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ഈ കാണുന്ന മഹത്തായ പ്രപഞ്ചം മുഴുവനും അവൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടവനാണ്. അള്ളാഹുവിനെ മോശമായി പറയുന്നവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്നവരുമുണ്ട്. അവർക്കും അത് പറയാനുള്ള ശക്തിയും കഴിവും നൽകിയതാരാണ്? അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നാണ്, അവൻ്റെ കാരുണ്യത്തിൽ നിന്നാണ്. അതാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ അതല്ല, അവിടെ സ്റ്റോപ്പായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിക്കുന്ന, അവൻ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന, അവൻ്റെ അനുഗ്രാശിഷസ്സുകളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകമായൊരു കാരുണ്യമുണ്ട്. അത് ദുനിയാവിയായിട്ട് തന്നെ ലഭിച്ചേക്കും. ദുനിയാവിൻ്റെ തന്നെ അതിൻ്റെ അലാമാത്തുകളും അടിയാളങ്ങളും ഒക്കെയും നമുക്ക് ലഭ്യമാണ്. ഒരു ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ എൻ്റെ സ്വത്തിൽ നിന്ന്, അതേ ഉമ്മയുടെ സ്വത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ ഉമ്മയെ തിരിഞ്ഞു നോക്കാതെ അവസാനം ഉമ്മ മരിക്കുന്നത് വിദൂരത്തിൽ നിന്ന് മാത്രം കണ്ട ഒരു മകൻ, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അള്ളാഹുവിൽ നിന്നുള്ള റഹീമുണ്ട്. ആ റഹീമിൻ്റെ ചിലത് അനുഭവിക്കേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധാനിച്ചവൻ്റെ സുന്നത്താണ്. അതാണ് റഹ്മാൻ റഹീം. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാലിക് യൗമിദ്ദീൻ, ഉടമസ്ഥാധികാരത്തിൻ്റെ അവസാനത്തിൻ്റെ, അതായത് അന്ത്യനാളിൻ്റെ പരമമായ ഉടമസ്ഥാധികാരം. എൻ്റെയും നിങ്ങളുടെയും ശരീരം എൻ്റെതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെതാണെന്ന് പറയായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മളതല്ല, നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്ന ശരീരം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സംഗതിയാണ്. എന്നാൽ ആത്യന്തികമായി ഇതിൻ്റെ ഉടമസ്ഥാധികാരം ആരാണ്? അതാണ്. എന്നാൽ ഇനി വരാനിരിക്കുന്ന ദിവസത്തിൻ്റെ പരമമായ ഉടമസ്ഥാധികാരം ആരാണ്? അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത്. അതൊക്കെയും അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിശേഷണങ്ങളാണ്. അത് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പ്രഖ്യാപിച്ചു ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ,
നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, സഹായം തേടുന്നത് അത് നിന്നോട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെ ആദ്യം പ്രഖ്യാപിച്ചു. അവന് മാത്രമാണ് സർവസ്തുതി എന്ന് പറഞ്ഞു. അവൻ്റെ കാരുണ്യത്തിലാണ് നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെയും, എൻ്റെ വർത്തമാനവും പ്രവർത്തനവും ചിന്തയും അതൊക്കെയും അവൻ്റെ കാരുണ്യത്തിലാണ്. അവനാണ് നമുക്ക് പ്രതിഫലം നൽകാനുള്ളത്. ആത്യന്തികമായ ഉടമസ്ഥാധികാരം അവനുള്ളതാണ് എന്നൊക്കെയും പ്രഖ്യാപിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചൊല്ലിപ്പിക്കുകയാണ്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് കേട്ടോ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും പ്രഖ്യാപിപ്പിക്കുകയാണ്, എങ്ങനെയാണ് ഇബാദത്തിൻ്റെ വശം നമുക്ക് കിട്ടുക, എങ്ങനെയാണ് ഈ രൂപങ്ങളൊക്കെയും കിട്ടുക? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നമ്മളെ നേരായ മാർഗത്തിലാക്കണമേ, നേരായ പാന്താവിലാക്കണേ. പല വഴികളുണ്ട്, പല സുബുലുകളുണ്ട്, പല വഴികേടുകളുണ്ട്. ആ വഴികളൊന്നും വഴികേടിലേക്കൊന്നല്ല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അതാരാണ്? മിനൻ നബീന വ സിദ്ദീഖിന വ ശുഹദാഇ സാലിഹീൻ, പ്രവാചകന്മാരുടെ വഴി, സഹാബികളുടെ വഴി, ശുഹദാക്കളുടെ വഴി, സാലിഹീങ്ങളുടെ വഴി, സിദ്ദീഖുകളുടെ വഴിയാണത്. അതൊരു പ്രത്യേകമായൊരു വഴിയാണ്. ആ വഴിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. വഴിപിഴച്ച പല വഴികേടുകളുണ്ട്, ആ മാർഗത്തിലേക്ക് എന്നെ ആക്കിക്കളിയല്ല. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, അതേ വഴിപിഴച്ചവരുടെയും കോപിക്കപ്പെട്ടവരുടെയും പല മാർഗഭ്രംശമായ വഴികേടുകളും എനിക്ക് ചുറ്റുമുണ്ട്. ആ വഴിയിലേക്കൊന്നും എന്നെ പ്രവേശിപ്പിച്ച് കളിയല്ലേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അല്ലാഹു പറഞ്ഞു. രണ്ടാമത് ഏത് വഴിയിലൂടെയാണ് നേർമാർഗം കിട്ടുക എന്നതും നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അനാമിൽ അവരെ പുകഴ്ത്തി പറയുന്നുണ്ട്. കുല്ലൻ ഹദീന, മുഴുവൻ പേർക്കും നാം അവർക്ക് സന്മാർഗം നൽകി എന്ന് പറയുന്നുണ്ട്. വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറയുന്നുണ്ട്. അതേ, അവർ സുഹൃതവാന്മാരാണ്, ഏറ്റവും നല്ല സന്മാർഗത്തിന് ഉടമയ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. കുല്ലും മിനസ് സാലിഹീൻ, അവർ സാലിഹ്യങ്ങളിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. വകുല്ലൻ ഫളൽനാ അലൽ ആലമീൻ, ലോകങ്ങളിൽ ഏറ്റവും ഉന്നതരാക്കപ്പെട്ട ശ്രേഷ്ഠരാക്കപ്പെട്ടവരാണ് അവർ എന്ന് പറയുന്നുണ്ട്. ആരെ പറ്റിയാണ് പറയുന്നത്? പ്രവാചകന്മാരെ പറ്റിയാണ്. പ്രവാചകന്മാരുടെ മഹത്വത്തെ പുകഴ്ത്തിക്കൊണ്ട് പറയാൻ. അത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ട്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ആ പ്രവാചകന്മാർ അവരെങ്ങാനും എന്നിൽ പങ്കു ചേർത്ത് പോയാൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ പ്രവാചകന്മാരെ അയച്ചത്, ആ അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ സ്വഭാവ മഹാത്മ്യത്തെ ഉയർത്തിക്കാട്ടിയിട്ട് അല്ലാഹു അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും എന്നിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. എന്തിനാ പ്രവാചകന്മാർ വന്നത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അഅ്ബുദുല്ലാഹ വജ്തനിബിത് താഗൂത്ത്. അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാഹുവിന്റെ മുമ്പ് ശ്രദ്ധ തിരിക്കുന്ന എന്തൊക്കെ വഴികേടുകളുണ്ടോ ആ വഴികേടുകളെ മുഴുവനും നിങ്ങൾ വർജിക്കണം എന്ന് കൽപ്പിക്കാൻ, എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ നിയോഗിതരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടതയുള്ളവരായിരുന്നു. നല്ല സ്വഭാവത്തിൻ്റെ മഹനീയമായ ഉദാഹരണങ്ങളായിരുന്നു അവരുണ്ടായിരുന്നത്. അവരെപ്പറ്റി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിയോഗിതരായത്, എന്ത് വർജിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിയോഗിതരായത്. അവരെങ്ങാനും അതിൻ്റെ ഭാഗത്തെങ്ങാനും പോയാൽ അവരുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. അഊദു ബില്ലാഹ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ചില്ലേ, അദ്ദേഹം പറയാണ്, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി തീർക്കണേ, ഈ നാടിനെ സമാധാനപൂർവമുള്ള നാടാക്കി തീർക്കണേ. എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രാരാധനകളെ തൊട്ട് നീ തടയണമേ, ദൂരമാക്കണമേ. ചിന്തിക്കേണ്ട വിഷയമാണോ? വിഗ്രാരാധനക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രവാചകനാണ്, അതിനെതിരെ ശക്തമായ പ്രബോധനം നടത്തിയ പ്രവാചകനാണ്. ആ പ്രവാചകൻ പോലും പ്രാർത്ഥിക്കുന്നതാണ്, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രാരാധന ചെയ്യുന്നതിൽ നിന്ന് നീ അകറ്റണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്?
അതുകൊണ്ടാണ് മഹാനായ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ചല്ലോ. എൻ്റെ പൊന്നു മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർത്തേക്കല്ല കേട്ടോ. അത് മഹത്തായ പാപമാണ്, മഹാപാപമാണ്, ഭയങ്കര പ്രശ്നമാണത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് തീർച്ചയായും വമ്പിച്ച അതിക്രമമാണ് എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിയോഗിതനായത്? നമുക്കൊക്കെ അറിയാം. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും നാം ബോധനം നൽകിയത് ഇതാണ് ബോധനം നൽകിയത്. താങ്കൾക്ക് ബോധനം നൽകിയത് ഇതാണ്, താങ്കൾക്ക് മുൻഗാമികൾക്കും ഇതാണ് ബോധനം നൽകിയിട്ടുണ്ട്. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. താങ്കളുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടകാരികൾ പെട്ടുപോകുകയും ചെയ്യുമെന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിൽ ആരോടാണ് അഭിസംബോധന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ എന്നാണ് പറയുന്നത്, താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അമലുക എന്ന് പറഞ്ഞ താങ്കൾ, നിങ്ങൾ, നീ എന്നൊക്കെ അർത്ഥം. താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാവമാണ്, മഹാപാവമാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ സൂറത്ത് അനാമിലെ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നൊരായത്തുണ്ട്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നേരാവണ്ണം വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഒരു തരത്തിൽ ശിർക്കിനെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് നിർഭയത്വം എന്നുള്ളത്. നമുക്കൊക്കെ ബേജാറാണ്, പേടിയാണ്. എല്ലാ രൂപത്തിലും ഭയവിഹ്വലതകൾ, ദുഃഖങ്ങൾ, വ്യസനങ്ങൾ അതൊക്കെ തീണ്ടുന്നവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്താത്തവർ ആരാണുള്ളത്? ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗ്ഗം സിദ്ധിച്ചവർ. നമ്മളെപ്പോഴും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നേരായ മാർഗം സ്ഥാപിച്ചവർ, സിദ്ധിച്ചവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസമുണ്ട്, ഈമാനുണ്ട്, പക്ഷെ ആ വിശ്വാസത്തിൽ ഒരു തരത്തിലും ശിർക്ക് കൂട്ടിക്കലർത്താത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, വിശ്വാസികൾ എന്ന് അഭിമാനം നടിക്കുന്നവരിലും എന്ത് കൂടിക്കടന്ന് വന്നേക്കാം, ശിർക്ക് വന്നേക്കാം. ആരും അതിൽ നിന്ന് നിർഭയരായി കഴിയാനുള്ളവരല്ല. എന്നിൽ ശിർക്ക് വരികയില്ല. കാരണം അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്മാർ അവർ പ്രാർത്ഥിച്ചത്, നമ്മളെ അതിനെ തൊട്ടകറ്റണമേ, അതിനെക്കൊള്ളെ അടുപ്പിക്കല്ലേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നമൽ, അതെ, ശിർക്ക് രഹസ്യമായി ഒരു ഉറുമ്പ് അരിച്ചിറങ്ങുന്നത് പോലെ വരിക തന്നെ ചെയ്യും. ശിർക്ക് വരിക തന്നെ ചെയ്യും. അല അറിയണം, അതുല്ലക്കലാശിയൻ ഇതേ കലീലു വകസീർ, ചെറുതും വലുതുമായ ശിർക്ക് താങ്കളിൽ നിന്ന് നീങ്ങിപ്പോകാൻ ഇത് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. കുൽ, പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം, അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ ഏതെങ്കിലും രൂപത്തിൽ അറിയാതെ എന്നിൽ ശിർക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് നിന്നിൽ ഞാൻ ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിന്നിൽ അഭയം തേടുകയാണ്. ഞാൻ അറിയാതെ ഏതെങ്കിലും തരത്തിൽ നിന്നിൽ പങ്കു ചേർത്ത് പോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, മാപ്പ് ചോദിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മഹാനായ തൗഹീദ് പഠിച്ച, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, ഹിജ്റ ചെയ്ത മഹാനായ സഹാബിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അബൂബക്കർ സിദ്ദീഖിനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ എന്നില്ല എന്നാണോ? അല്ല, അതിനെ തൊള്ളയുള്ള ഗൗരവം, ആ ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഏതുവരെ എന്നറിയാമോ? ശിർക്ക് എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് വലിയൊരു വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വെച്ച് അതിനെ നമിക്കുന്നതും പൂജ നടത്തുന്നതും അർപ്പണ നടത്തുന്നതും ഭജന വിധിക്കുന്നതും കൊട്ടി ആഘോഷിക്കുന്നതും അതൊക്കെയാണ് ശിർക്ക്.
എന്നാണ് നമ്മുടെ വിചാരം. സഹോദരന്മാരെ, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്തിത്വത്തിൽ ഏതെങ്കിലും രൂപത്തിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ശിർക്കിൻ്റെ ഇനമാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബിയാണ്, ഒരിക്കൽ ഒരാൾ കഅബയുടെ അടുത്ത് വെച്ചിട്ട് കഅബ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. കഅബ തന്നെയാണ് സത്യം അയാൾ പറയുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തഹ്ലിഫു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാതെ നീ സത്യം ചെയ്യാൻ പാടുള്ളതല്ല. കഅബ തന്നെയാണ് സത്യം, മൊയ്തീശക്ക് തന്നെയാണ് സത്യം, ബദരീകൾ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന ഉപ്പാബ തന്നെയാണ് സത്യം. അങ്ങനെ നീ പറയാൻ വേണ്ടി പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ഒന്നെങ്കിൽ കുഫറായി, കാഫിറായി, അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി എന്നാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേര് വിളിച്ച് സത്യം ചെയ്ത ഒരാൾ കഅബ തന്നെ സത്യമാണ്, ബദരീകൾ തന്നെയാണ് സത്യമാണ് എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ ഒന്നെങ്കിൽ കാഫിറായി അല്ലെങ്കിൽ മുശ്രിക്കായി എന്നാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. വളരെ നിസാരമായ വിഷയങ്ങളിൽ പോലും ഏതെങ്കിലും തരത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ കുറിച്ചുള്ള ജാഗ്രത അത് പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, മാഷാ അല്ലാഹു വശീത, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്, ജഅൽത ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിൽ പങ്കുകാരനാക്കിയോ? അല്ലാഹുവിൽ നീ എന്നെ പങ്കുകാരനാക്കിയോ? അല്ലാഹുവും ഞാനും ഉദ്ദേശിച്ചാൽ എന്താണ്? നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ബൽ മാഷാ അല്ലാഹു വഹദ, മാഷാ അല്ലാഹു വഹദ, മാഷാ അല്ലാഹ് എന്ന വാക്കിനെ അത് മാത്രമാക്കാം, എന്നെ അതിൽ പങ്കു ചേർക്കണ്ട. അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് മാത്രമേ ആ പങ്ക് സഹാബി പറഞ്ഞുള്ളൂ. അപ്പൊ തിരിച്ചു ചോദിക്കാൻ, നീ എന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണോ? നീ മാഷാ അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞേക്കാം, എന്നെ അതിൽ പങ്കു ചേർക്കണ്ട എന്ന് പറയുകയാണ്. സഹോദരന്മാർ, അത്ര പോലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വരുന്ന നിസാരമായ സംഗതികളിൽ പോലും നമ്മൾ വിലക്കപ്പെടാനുള്ള കാരണം എന്താണ്? അത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിലേക്ക് എത്തിപ്പെടുമോ എൻ്റെ ഉമ്മത്ത് എന്നുള്ള ഒരു ഭയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിസാരമായ വിഷയങ്ങളെ പോലും വിലക്കിക്കൊണ്ട് വളരെ വ്യക്തത വരുത്തി സമൂഹത്തെ, സഹാബികളെ നമ്മെ പഠിപ്പിച്ചത്. ഒരിക്കലേ ഒരു ഖബറായ ഒരു മനുഷ്യൻ, അതായത് ഒരു സാത്വികനായ യഹൂദ പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, യാ മുഹമ്മദേ, മുഹമ്മദേ, നിഅമൽ ഖൗമന്തും, നിങ്ങൾ നല്ല സമൂഹമാണ്, നിങ്ങൾ നല്ല സമൂഹമാണ്. ലൗല അന്നക്കും തുശ്രികൂൻ, നിങ്ങളെങ്ങാനും പങ്കു ചേർക്കുന്നില്ലെങ്കിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വമാ ദാക്, നമ്മൾ പങ്കു ചേർക്കുകയോ? അതെന്താണ് ഇപ്പോൾ ഇത്ര വലിയ ഗുരുതരമായ വിഷയം? നമ്മൾ പങ്കു ചേർക്കുകയോ? നിങ്ങളെ കൂട്ടത്തിൽ ചില ആൾ കാബനെ തൊട്ട് സത്യം ചെയ്യാറില്ലേ? കാബ തന്നെ സത്യം എന്ന് ചെയ്യാറില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷയ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല കുറിച്ചിരുന്ന അല്പസമയം, എന്നിട്ട് പറഞ്ഞു സുമ്മക്കാൽ ഇന്ന ഉക്കദ്ക്കാൽ, അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. എങ്കിൽ ഫമൻ ഹൽഫ ഫൽയഹ്ലിഫ് ബിറബ്ബിൽ കഅബ, ആരെങ്കിലും സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തോളട്ടെ. അല്ലാഹുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം, മൊയ്തീശിക്കിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ബദരീകളുടെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തു കൊള്ളട്ടെ എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ ആ യഹൂദ പുരോഹിതൻ വിട്ടുകൊടുത്തില്ല. അയാൾ പറഞ്ഞു, അല്ലല്ലല്ല, നിങ്ങൾ നല്ല സമൂഹം തന്നെയാണ്, പക്ഷെ ലൗല അന്നക്കും തജ്അലൂന ലില്ലാഹി നിദ്ദ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നില്ലെങ്കിൽ എത്ര മഹത്തരമായ, എത്ര മനോഹരമായ സമൂഹമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹി വമാ ദാക്, നമ്മൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയോ? താങ്കൾ എന്താ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ തഖൂലൂന മാഷാ അല്ലാഹു വശീത, നിങ്ങളെ സമൂഹം നിങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാറില്ലേ, നിങ്ങളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറയാറില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷയ്യൻ, കുറച്ച് ആലോചിച്ചിട്ടു, എന്നിട്ട് പറഞ്ഞു, അതെ അതെ, എൻ്റെ സമൂഹം അങ്ങനെ പറയാറുണ്ട്. അതെ, എന്നെ ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ചാൽ ഫമൻ ഖാല മാഷാ അല്ലാഹു ഫൽയഫ്സിൽ, ആരെങ്കിലും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിടവ് കൊടുക്കട്ടെ, അവിടെ ഒരു വിടവ് കൊടുക്കട്ടെ. ബൈനകുമാ സുമ്മ ശീത, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊരു വിടവിന് ശേഷം നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞോളൂ, അവിടെ ഒരു വിടവ് കൊടുക്കട്ടെ എന്നാ.
കാരണം ഒന്നിച്ചു പറയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാർ, ഇത്രമാത്രം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശിർക്ക് വരുന്ന, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന എല്ലാ വഴികളെയും അത് കൊട്ടിയടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ അത് വന്നേക്കാം അല്ലെങ്കിൽ വരും എന്ന രീതിയിൽ വളരെ കൃത്യമായ പ്രവചനം നടത്തി. ലാ തഖൂമു സഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ വഹത്താ യഅബ്ദുൽ ഔസാൻ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം മുശ്രിക്കുമായി ബന്ധപ്പെട്ടും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം വിഗ്രഹത്തിന് ഇബാദത്തെടുക്കുകയും ചെയ്യും. അതുണ്ടാകുന്നത് വരെ ഖിയാമത്ത് നാൾ വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ ഏതെങ്കിലും വരുന്ന ശിർക്കിനെ എന്ന് പറയുന്ന ഗൗരവമായ വിഷയത്തെ ഗൗരവമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കറിയാം ഇമാം മഖ്രിസി അദ്ദേഹത്തിൻ്റെ തജ്രീദ് തൗഹീദിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. മന്നൽ ഹഖീഖത ശിർക്ക്, ശിർക്ക് എന്ന് പറഞ്ഞാൽ തശ്ബീഹു ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. അതായത് അള്ളാഹുവിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തലാണ്. അള്ളാഹു കേൾക്കുന്നത് വരെ സൃഷ്ടികൾ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ സൃഷ്ടികൾ കാണും, അള്ളാഹു പ്രശ്നം പരിഹരിക്കുന്ന പോലെ സൃഷ്ടികൾ പരിഹരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത് പോലെ സൃഷ്ടികൾ, പ്രവാചകന്മാർ, വലിയകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉന്നതരമായ ആൾക്കാർ എന്ന് നമ്മൾ വിചാരിക്കുന്നവർ അവർക്കും അതിന് കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ സാദൃശ്യപ്പെടുത്തലാണ് ശിർക്ക് എന്ന് പറഞ്ഞതായി പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏത് രൂപത്തിലും അള്ളാഹുവിന് കൊടുക്കുന്ന എന്തെങ്കിലും കഴിവുകളുണ്ടോ, അവൻ്റെ റുബൂബിയത്തിലാകട്ടെ, അവൻ്റെ ഉലൂഹിയത്തിലാകട്ടെ, അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലാകട്ടെ, ഏതെങ്കിലും രൂപത്തിൽ സാദൃശ്യപ്പെടുത്തുക എന്നത് അത് നമ്മൾ വിലക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഗൗരവമായൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. വൻപാപങ്ങളിൽ ഏറ്റവും ഉന്നതമായ പാപം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ആ പങ്കു ചേർക്കുന്ന വൻപാപമാകട്ടെ ഒരിക്കലും പുറത്തു കൊടുക്കപ്പെടാത്ത വൻപാപമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഗൗരവം നമ്മൾ സ്വന്തം വെച്ച് പുലർത്തുകയും നമ്മളെ കുടുംബത്തിലെ കുറിച്ചുള്ള ചിന്തയും നമ്മൾ മനസ്സിലാക്കുന്ന സമൂഹങ്ങളെക്കുറിച്ചും അയൽവാസികളെക്കുറിച്ചുള്ള ചിന്തയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. മഹാനായ പണ്ഡിതൻ, താബി പണ്ഡിതൻ അസ്ൽ ബസ്രി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, തഫഖദു ഹലാവത ഫീ സലാസ്. 3 കാര്യങ്ങളിൽ നിങ്ങൾ ഈമാനിൻ്റെ, ഇസ്ലാമിൻ്റെ മാധുര്യം അന്വേഷിക്കുക. 3 കാര്യങ്ങളിൽ നിങ്ങൾ മാധുര്യം അന്വേഷിക്കുക. ഒന്ന് ഫിസ്സല, ഒന്ന് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ അതിൻ്റെതായ മാധുര്യമുണ്ട്. വഫിൽ ഖുർആൻ, ഖുർആനിൽ മാധുര്യമുണ്ട്. ഖുർആൻ പാരായണത്തിൽ അതിൻ്റെതായ മാധുര്യമുണ്ട്. വഫി സിക്രി, സിക്റിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ സദാ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ അതിൻ്റെതായ മാധുര്യമുണ്ട്. വൈൻ വജത്തുമുഹ ഫംലുഹു അബ്ശിറു ഫൈലം തജിദുഹ ഫഅലമു അന്നൽ ബാബ മുഗ്ലഖുൻ. അതെ, നിങ്ങൾ ഇതിലൂടെ മാധുര്യം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുന്നേറിക്കൊള്ളുക, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈമാനിൻ്റെ ഏതെങ്കിലും ഒരു അടിയാളങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ഇതിലൂടെ ഒരു മാധുര്യം കണ്ടെത്താൻ സാധിക്കുന്നെങ്കിൽ ഫഅലമു അന്നൽ ബാബ മുഗ്ലഖുൻ ഫൈലം തജിദുഹ. ഇതിലൂടെ മാധുര്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുന്നിലുള്ള വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഇതിലൂടെ മാധുര്യം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുന്നിലുള്ള വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ പാരായണം നമ്മുടെ മനസ്സിനൊരു സമാധാനം നൽകുന്നില്ല. നമ്മൾ ജമാഅത്ത് നിസ്കാരം അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധയില്ല. അങ്ങനെ സ്മരണ നമ്മിൽ നിന്ന് നീങ്ങിപ്പോയാൽ നമുക്കൊരു പ്രശ്നവുമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മുന്നിലുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അത് കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സഹോദരന്മാർ, ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? നിസ്കാരം ഒരു യാന്ത്രികമാകുന്നുണ്ടോ? കേവലം കൈകെട്ടുന്നുണ്ട്? അതിൽ ഖുശൂ നഷ്ടപ്പെടുന്നുണ്ടോ? ചെല്ലുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയഭക്തി നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നുണ്ടോ? അതുപോലെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് ഒരു ശ്രദ്ധയും ഇല്ലാതെയായി പോകുന്നുണ്ടോ? ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് സുബഹി നിസ്കാരത്തിന് നമ്മുടെ അവസ്ഥ എന്താണ്? പെരുന്നാൾ നിസ്കാരത്തിൽ മൈതാനം നിറച്ചും ആൾക്കാരുണ്ടാകും.
എന്നാൽ അടുത്തുള്ള നമ്മുടെ പള്ളിയിലെ സുബി ജമായത്തിൻ്റെ സൊപ്പിൻ്റെ എണ്ണത്തിൻ്റെ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ സ്ഥിരമായി വരുന്നവർക്ക് വിരലിൽ എണ്ണീറ്റ് പറയാൻ വേണ്ടി സാധിക്കും. സ്ഥിരമായി വരുന്നവർക്ക് ഇന്ന് അബൂബക്കർക്ക് വരാറുണ്ട്, ഇന്ന് കോയക്ക വരാറുണ്ട്, ഇന്ന് മുഹമ്മദ് വരാറുണ്ട്, ഇന്ന് അബ്ദുള്ളക്ക സുബീഖുണ്ടാകാറുണ്ട് എന്ന് സ്ഥിരമായി പറയാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിൽ നമ്മുടെ എണ്ണങ്ങൾ ശുഷ്കമാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു രീതിയെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറയാറുണ്ട്, അതായത് നമ്മുടെ കൂട്ടത്തിൽ സംശയമുള്ള ദീനീ വക്താവാണ് എന്ന കാര്യത്തിൽ സംശയമുള്ളൊരു വ്യക്തിയെ നമ്മൾ ഫജ്ർ നിസ്കരിച്ച ശേഷം പിറകോട്ട് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകോട്ട് നോക്കുമെന്ന അതെ, ഇശാ നിസ്കാരത്തിനും ഫജ്ർ നിസ്കാരത്തിനും പള്ളിയിൽ വരാത്ത ഒരാളെക്കുറിച്ച് ഞങ്ങൾ സഹാബികൾ മോശമായിരുന്നു വിചാരിക്കാറുണ്ട്. കാരണം അയാളുടെ ഈമാനിന് എന്തോ തകരാറുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കാറുണ്ടെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്കല സ്വലാത്തിനൽ മുനാഫിഖീൻ. കപടന്മാർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരല്ല, ഈ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റിയാണ് കപടന്മാർ എന്ന് പറയുന്നത്. പുറത്തുള്ള ആൾക്കാരെ പറ്റില്ല, മറ്റുള്ള ഏതെങ്കിലും ആൾക്കാരെ പറ്റിയില്ല. അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന അസ്കല സലാത്തിനൽ മുനാഫിഖീൻ. മുനാഫിക്കൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം എന്ന് പറയുന്നത് സലാത്തുൽ ഇശ. ഒന്ന് സലാത്തുൽ ഇശയാണ്, വസലാത്തുൽ ഫജ്ർ, സലാത്തുൽ ഫജ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിദിനെ യാ അയ്യുഹൻ നബി ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഖ്ലുദ് അലൈഹിം വമഅവാഹു ജഹന്നം വബീസൽ മസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുഫാറുകളോടും മുനാഫിക്കുകളോടും നിങ്ങൾ പോരാടണമെന്നാണ്, നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ മുനാഫിക്കുള്ള യുദ്ധം അത് കായികമായ യുദ്ധമല്ല, മറ്റൊരു കായികമായ യുദ്ധമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുനാഫിക്കുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിൽപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആര്? ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിൽ വരാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്കല സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫികൾക്ക് ഭാരമുള്ള നിസ്കാരം സലാത്തുൽ ഇശാ വ സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബുവാ. അതിൻ്റെ രണ്ടിലുള്ള മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ മുട്ടിലെഴഞ്ഞു പോയെങ്കിലും അവരതിൽ പങ്കെടുക്കുമായിരുന്നു. അവരതിൽ പങ്കെടുക്കുമായിരുന്നു. ഏതിൽ? സലാത്തുൽ ഫജ്റിൻ്റെയും സലാത്തുൽ ഇശാഇൻ്റെയും മഹത്വം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബികൾ ആരും സുബഹിക്കും ഇശാഇനും പള്ളിയിൽ വരാതിരുന്നിട്ടില്ല. സ്വീകരിക്കപ്പെടുന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമേ അവർ ജമാഅത്തുകൾക്ക് വരാതിരുന്നിട്ടുള്ളൂ. കപടന്മാർ മാത്രം, അവർ സംശയിക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമാണ് സുബഹിക്കും ഇശാഇനും ഇടയ്ക്കിടയ്ക്ക് മുങ്ങിയിരുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ കൂട്ടത്തിലായിരിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരുടെ പക്ഷത്താണ്? സഹാബികളുടെ പക്ഷത്താണോ, അല്ലെങ്കിൽ സഹാബികളും പ്രവാചകന്മാരും സംശയിക്കുന്ന കപടന്മാരുടെ പക്ഷത്താണോ? കപടന്മാരുടെ കൂട്ടത്തിലാകാൻ നമുക്ക് ആഗ്രഹമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറഞ്ഞത് അത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ കപടന്മാരെയാണ്. അപ്പൊ കപടന്മാരാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൽ കാപട്യം വരുന്നുണ്ടെങ്കിൽ ആ കാപട്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി സാധിക്കുക? ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സലാത്തുൽ ഫജ്റിന് സുബഹിക്ക് പള്ളിയിലെത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇശാഇന് പള്ളിയിലെത്തണം. മറ്റുള്ള ജമാഅത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്കാം. ളുഹർ നമ്മൾ ജമാഅത്ത് നിസ്കരിച്ചേക്കാം, മഗ്രിബ് നിസ്കരിച്ചേക്കാം, അതുപോലെ തന്നെ അസ്ർ നിസ്കരിച്ചേക്കാം. പക്ഷെ ഫജ്റിൽ നമ്മൾ സ്ഥിരമായി പള്ളി വരുന്നൊരു അവസ്ഥ ഉണ്ടാക്കിയാലുണ്ടല്ലോ, ഒരു ദിവസം ഫജ്ർ നമുക്ക് നഷ്ടപ്പെട്ടാൽ അന്ന് വൈകുന്നേരം വരെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. മറ്റുള്ള നിസ്കാരം നഷ്ടപ്പെട്ട പോലെയല്ല. സ്ഥിരമായി ഒരാൾ പള്ളിയിൽ ഫജ്ർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ, അയാൾ ഒരു ജമാഅത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, അയാൾക്ക് ആകെ ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥയുണ്ടാകും. ആ അസ്വസ്ഥത നമുക്ക് മനസ്സിലാകാത്തുള്ള സായുജ്യമല്ല, അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കാത്തത് നമ്മൾ സ്ഥിരമായി സലാത്തുൽ ഫജ്റിന് പള്ളിയിൽ പോകാനുള്ള ആ ഒരു സിദ്ധി, ഒരു പ്രയത്നം നമ്മൾ നേടിയെടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഫജ്റിന് പള്ളിയിൽ പോകാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ഒരു പ്രയത്നം കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നല്ല സൗഭാഗ്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, തൗഹീദ് പഠിക്കുക, നമ്മുടെ വിശ്വാസം പഠിക്കുക,
വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക, നമ്മുടെ ഭാര്യമാരോടും മക്കളോടും കുട്ടികളോടും ഭർത്താക്കന്മാരോടുള്ള പെരുമാറ്റ മര്യാദകൾ ഏറ്റവും നല്ല രീതിയിലാക്കുക. സംഗീതം, മ്യൂസിക്, അതുപോലെ തന്നെയുള്ള ഏതൊക്കെ അനാചാരങ്ങൾ കണ്ടോ അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭിചോദിക്കുകയാണ്. അല്ലാഹുവേ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ അന്ത്യനിമിഷങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭിചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ അന്ത്യസമയം യഖീനോട് കൂടി നിസ്കാരം നിർവഹിച്ചവരായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളേവരെയും മാറ്റിത്തീർക്കണമേ. അല്ലാഹുവേ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യസൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.